ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസിൽ 2 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ലൈറ്റ് റിയാക്ഷനും ഒന്ന് ഡാർക്ക് റിയാക്ഷനും. അതിനകത്ത് ലൈറ്റ് റിയാക്ഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ മെംബ്രേനിയസ് പാർട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. അതായത് തൈലക്കോയിഡ് മെംബ്രെയിനിലും അതുപോലെ തന്നെ സ്ട്രോമ ലെമല്ലയിലുമാണ് എന്ത് നടക്കുക, ലൈറ്റ് റിയാക്ഷൻ നടക്കുക. ആൻഡ് ഡാർക്ക് റിയാക്ഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ സ്ട്രോമ റീജിയൻ, അതായത് ആ ഫ്ലൂയിഡ് പോർഷൻ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ലൈറ്റ് റിയാക്ഷൻ ആണ് കേട്ടോ, അതായത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്? For the synthesis of chemical energy as ATP and NADPH. Okay, so ഈ photochemical reaction അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 പ്രോസസ്സ്, അതായത് 4 സ്റ്റെപ്സ് ആണ്. ലൈറ്റ് അബ്സോർപ്ഷൻ ബൈ ദ കളർ പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ദ മെംബ്രെയിൻ, അല്ലെങ്കിൽ തൈലക്കോയിഡ് മെംബ്രെയിൻ, അല്ലെങ്കിൽ സ്ട്രോമ ലെമല്ല റീജിയൻ. And we can see water splitting, it occurs inside the lumen of the thylakoid membrane. ഞാൻ പറഞ്ഞുതരാം എന്താണ് lumen എന്ന്. അതേപോലെ ഓക്സിജൻ റിലീസ് ഇറ്റ് occurs from the water splitting complex that or oxygen evolving complex. അതേപോലെ the last step or the result of this photochemical reaction is nothing but the high energy intermediate as ATP and NADPH. നമ്മളിവിടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഞാൻ ഒന്നും കൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? ലൈറ്റ് റിയാക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? മെംബ്രേനിയസ് പോർഷനിലാണ് നടക്കുന്നത്. നമ്മൾ പഠിച്ചു മെംബ്രേനിയസ് പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ തൈലക്കോയിഡും അതുപോലെ തന്നെ സ്ട്രോമ ലെമല്ലയാണ്. തൈലക്കോയിഡ് ഒരു ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ആസ് എ സ്റ്റാക്ക് ഓഫ് കോയിൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രാന. അപ്പൊ നമ്മൾ thylakoid which is present in the grana എന്ന് പറയും. അതേപോലെ the membrane which is present in between the 2 granas that is called as the stroma thylakoid എന്ന് പറയും. Okay, so this is grana thylakoid and this is the stroma thylakoid. ഈ 2 റീജിയനിലാണ് എന്ത് നടക്കുന്നത്? the photochemical reaction അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റ് റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് കളർ പിഗ്മെന്റ്സ് ആർ നീഡഡ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, carotenoid and xanthophyll, these are the color pigments. And primary pigment or the major pigment is chlorophyll A, chlorophyll B, this one carotenoid and xanthophyll, these are the accessory pigment എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇതൊക്കെ കാണുന്നത് ലൈറ്റ് റിയാക്ഷൻ തൈലക്കോയിഡ് മെംബ്രെയിനിൽ ആയതുകൊണ്ട് ഈ തൈലക്കോയിഡ് മെംബ്രെയിനിൽ തന്നെയായിരിക്കും എന്ത് കാണുക? ഈ പറയുന്ന കളർ പിഗ്മെന്റ്സ് കാണുക. അപ്പൊ ഞാനിവിടെ ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. സോ ഹിയർ ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ സിംഗിൾ തൈലക്കോയിഡ് മെംബ്രെയിൻ. ഹിയർ this is a thylakoid membrane. ഇതെന്താ ഈ സ്ട്രക്ചർ? ഞാൻ ഈ സാധനം ഇതിന് ഒരെണ്ണത്തിന് മാത്രം പുറത്തേക്ക് എടുക്കുന്ന, ഇത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഒന്നും ഞാൻ വരച്ചിട്ടില്ല. തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ തൈലക്കോയിഡ് മെംബ്രെയിന് we can see an inner portion. This is called as the lumen region of the thylakoid. ഇതിന്റെ inner portion നമ്മൾ പറയുന്ന പേരാണ് lumen of thylakoid. അതേപോലെ വി ക്യാൻ സീ ദ കളർ പിഗ്മെന്റ്സ്. ഇതിനകത്ത് കളർ പിഗ്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ കളർ പിഗ്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളതിന് നമ്മൾ പറയുന്ന ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്നാണ്. ഓക്കെ, ദ കളർ പിഗ്മെന്റ്സ് വിച്ച് ഈസ് അറേഞ്ച്ഡ് ഇൻ ദിസ് തൈലക്കോയിഡ് മെംബ്രെയിൻ വി വിൽ കോൾ ആസ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. അത് എന്തുകൊണ്ടാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്? അതിന് ലൈറ്റിന് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ദിസ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് 2 ഉണ്ട്. ഒന്ന് PS1 ഒന്ന് PS2. PS1 and PS2. എന്താ PS1 എന്ന് പറഞ്ഞാല്? ഫോട്ടോ സിസ്റ്റം 1. PS2 എന്ന് പറഞ്ഞാലോ ഫോട്ടോ സിസ്റ്റം 2. ഇനി ഇവര് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് PS1 ഇരിക്കുന്ന പ്രൈമറി ആക്സെപ്റ്റർ ഓർ ക്ലോറോഫിൽ എ മോളിക്യൂൾ that absorb the sunlight at 700 nanometer. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ P700 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതിനെ എന്ത് റെപ്രസെന്റ് ചെയ്യും? P700 എന്ന് റെപ്രസെന്റ് ചെയ്യും. PS2 ക്ലോറോഫിൽ എ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് 680 നാനോമീറ്റർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് P680. ഓക്കെ, ഇനി എന്താണ് ഈ ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2 എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു കൂട്ടം കളർ പിഗ്മെന്റ്സ്, ഏകദേശം 250 മുതൽ 400 വരെ കളർ പിഗ്മെന്റ്സ് ഒരു കൂട്ടായിട്ട് കാണുന്നതിനെയാണ് എന്ത് പറയാ? ഫോട്ടോ സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയാം. ഇനി അതെങ്ങനെയാ കാണുന്നതെന്ന് ചോദിച്ചാൽ, the
center region it will be occupied with the chlorophyll A molecule. ഇതെങ്ങനെയായിരിക്കും? chlorophyll A molecule occupy ചെയ്യുന്ന center region ആയിരിക്കും. അതേപോലെ we can see the remaining all accessory pigments, it is arranged around this chlorophyll A molecule. ബാക്കി എല്ലാ accessory pigmentsഉം ഇതിന്റെ ചുറ്റും arrange ചെയ്തിട്ടുണ്ടാവും. Okay, so here we can say chlorophyll A is the primary acceptor. If this is absorbing 700 nanometer wavelength, that is called as PS1 or P700. If this is absorbing 680 nanometer wavelength of light, that is called as PS2 or P680. അപ്പോൾ PS1 ഉം PS2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന ലൈറ്റ് പിഗ്മെന്റ്സ് ഏകദേശം 250 മുതൽ 400 എണ്ണം ഒരു ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിനകത്തുള്ളത് ക്ലോറോഫിൽ എ മോളിക്യൂള് സെന്ററിലും ബാക്കിയെല്ലാം ആക്സസറി പിഗ്മെന്റ്സ് ആസ് ക്ലോറോഫിൽ ബി, കെരോട്ടിനോയിഡ്, സാന്തോഫിൽ ഇതെല്ലാം അതിന്റെ പെരിഫറിയിലായിരിക്കും കാണുക. അപ്പോൾ ഈ സെന്ററിൽ ഇരിക്കുന്ന ക്ലോറോഫിൽ എ മോളിക്യൂള് 2 തരത്തിലുള്ള വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യും. ഒന്ന് 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, അത് നമ്മൾ PS2 എന്ന് പറയും, അല്ലെങ്കിൽ P680 എന്ന് പറയും. അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് 700 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആയിരിക്കും. അത് നമ്മൾ PS1 എന്ന് പറയും, അല്ലെങ്കിൽ P700 എന്ന് പറയും. ഇനി എന്തിന്റെ ബേസിലാണ് ഇതിനെ PS1 ഉം PS2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ? ആദ്യം കണ്ടുപിടിച്ചത് P700 ആയിരുന്നു, അല്ലെങ്കിൽ PS1 ആണ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് ഡിസ്കവറി ഓഫ് ദീസ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ഓക്കെ, ആ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. സോ ഹിയർ വി ക്യാൻ സേ this light harvesting complex, it has two different regions. One is reaction center, another one is antenna. Okay, antenna എന്ന് പറയുന്നത് ദാ ഇത്രയും പോർഷൻ ആണ്, അതായത് ഈ ആക്സസറി പിഗ്മെന്റ്സ് together we will call as antenna. Accessory pigments together we will call as antenna, and chlorophyll A is called as reaction center. Okay, അപ്പോൾ ഇതിന് ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് PS1 PS2 തമ്മിലുള്ള വ്യത്യാസം റിയാക്ഷൻ സെന്ററിലാണ് കേട്ടോ. റിയാക്ഷൻ സെന്റർ 680 നാനോമീറ്റർ അബ്സോർബ് ചെയ്യുന്നെങ്കിൽ PS2, 700 നാനോമീറ്റർ അബ്സോർബ് ചെയ്യുമെങ്കിൽ PS1 ആണ്. അത് ഇരിക്കുന്ന ഓർഡറിലൊന്നും അല്ല നമ്മൾ PS1 PS2 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഡിസ്കവറി ഓഫ് ദീസ് കളർ പിഗ്മെന്റ്സ്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്സസറി പിഗ്മെന്റ്സ് റിയാക്ഷൻ സെന്ററിന് ചുറ്റും കാണുന്നത്? ആക്സസറി പിഗ്മെന്റ്സ് ഓൾസോ വിൽ ഹാർവെസ്റ്റ് ദ ലൈറ്റ്. ആക്സസറി പിഗ്മെന്റ്സും ലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ട്രാൻസ്ഫർ ദാറ്റ് എനർജി ടു ക്ലോറോഫിൽ എ മോളിക്യൂൾ. ഇത് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെ നേരെ ക്ലോറോഫിൽ എ മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഈസ് ബൈ റെസൊണൻസ് ട്രാൻസ്ഫർ. ആ റെസൊണൻസ് ട്രാൻസ്ഫർ വഴി ഈ ആക്സസറി പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് ക്ലോറോഫിൽ എ മോളിക്യൂളിലേക്ക് പാസ് ചെയ്യും. സോ ത്രൂ ദ റെസൊണൻസ് ട്രാൻസ്ഫർ ദ എനർജി വിച്ച് വാസ് അബ്സോർബ്ഡ് ബൈ ദ ആക്സസറി പിഗ്മെന്റ്സ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ക്ലോറോഫിൽ എ മോളിക്യൂൾ. അതുകൊണ്ട് ക്ലോറോഫിൽ എ മോളിക്യൂളിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, chlorophyll A molecule, instead of getting complete sunlight and undergoing photooxidation, ഒരുപാട് സൺലൈറ്റ് അടിച്ച് അവർക്ക് ഫോട്ടോഓക്സിഡേഷൻ നടക്കും. അത് നടക്കാതെ അവർക്ക് എനർജിയും കിട്ടും. ഇതിന്റെ കളർ പിഗ്മെന്റ്സ് ഒന്നും ലോസ് ആവുകയും ചെയ്യില്ല. അതാണ് അതിനൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സെന്റർ റീജിയനിലിരിക്കുന്ന ക്ലോറോഫിൽ എ മോളിക്യൂള് കംപ്ലീറ്റ് ലൈറ്റിനെയും അബ്സോർബ് ചെയ്താൽ അതിന് ഫോട്ടോഓക്സിഡേഷൻ നടക്കും. ആ കംപ്ലീറ്റ് ലൈറ്റിനെയും അബ്സോർബ് ചെയ്യാതെ ദാറ്റ് വിൽ ഗെറ്റ് സം എനർജി ഫ്രം ദ accessory pigment that will avoid the photooxidation in the chlorophyll A molecule. Okay, so this is clear. This much is okay now. Now we just wanted to see the position of PS1 and PS2. See here, the PS2, it will be present in the oppressed region of the thylakoid membrane. In the oppressed region of thylakoid membrane അറിയോ? See here, ഈ thylakoid membrane ഇവിടെ ഇരിക്കുന്നില്ലേ, ഇതിന്റെ ഉൾഭാഗത്തേക്ക് തള്ളിയായിരിക്കും എന്തിരിക്കുക? PS2 ഇരിക്കുക. And PS1, it will be present in the non-oppressed region of the thylakoid. അതേപോലെ തന്നെ it is present in the stroma thylakoid. അപ്പോൾ PS2, it is present in the oppressed region of the thylakoid. So I am just representing PS2 here somewhere. Okay, കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടായിരിക്കും PS2 ഇരിക്കുക. And we can see PS1, it is present in the non-oppressed region of the thylakoid.
PS1 ഇരിക്കുന്നത് കുറച്ച് നോൺ അപ്രസ്ഡ് റീജിയൻ ഓഫ് തൈലക്കോയിഡിന്റെ ആ ഭാഗത്തേക്കായിരിക്കും. ഇത് ഫുള്ള് എന്താ പറയാ, ല്യൂമൻ എന്നാണ് പറയാ അല്ലെ. സോ ഹിയർ നമ്മൾ നോക്കിയാൽ PS2 വന്നിട്ട് എക്സാക്ട് ല്യൂമൻ റീജിയനിലായിരിക്കും ഇരിക്കുക. PS2 എവിടെ ആയിരിക്കും ഇരിക്കുക, ല്യൂമൻ റീജിയനിലായിരിക്കും ഇരിക്കുക. PS1 കുറച്ച് പെരിഫറിയിലേക്ക് നീങ്ങിയിട്ടായിരിക്കും ഇരിക്കുക. സോ അപ്രസ്ഡ് നോൺ അപ്രസ്ഡ് റീജിയൻ. ഓക്കെ, PS1 ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ നോൺ അപ്രസ്ഡ് റീജിയൻ and it also present in the stroma thylakoid. Stroma thylakoid ൽ ആരുണ്ടാവില്ല എന്നറിയോ, PS2 ഉണ്ടാവില്ല. It will be having only PS1 and grana thylakoid will be having both PS1 and PS2. Grana thylakoid ൽ PS1 ഉം PS2 ഉണ്ടാവും. Stroma thylakoid ൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, PS1 മാത്രമേ ഉണ്ടാവുള്ളൂ. Okay, now we will see how this will undergo reaction when the light is hitting here. ഇത് കംപ്ലീറ്റ് റിയാക്ഷൻ പറയണമെങ്കിൽ നമ്മൾ ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് കൺസിഡർ ചെയ്യണം കേട്ടോ. സോ ഹിയർ ദ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് വെൻ വി ആർ സേയിങ് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഈസ് പ്രസന്റ് ഇൻ അസോസിയേറ്റഡ് ടു PS2. ദിസ് ഹാസ് എ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്. നമ്മൾ പഠിച്ചു ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ വിൽ ബി ഇവോൾവ് ഔട്ട് അല്ലെ. ഓക്സിജൻ ഈസ് ഇവോൾവ് ഔട്ട് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അത് എവിടെ നിന്ന് ഇവോൾവ് ചെയ്യുന്ന പഠിച്ചിട്ടുള്ളത്, വാട്ടറിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ളത്. അതായത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് വാട്ടറിന് ഓക്സിഡേഷൻ സംഭവിച്ച് ഓക്സിജൻ വിൽ ബി റിലീസ്ഡ് ഔട്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ആ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് കാണുന്ന PS2 അസോസിയേറ്റ് ആയിട്ടായിരിക്കും വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് കാണുക. Now when the light is hitting in this region, the electrons transport it will occur. Okay, അതാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് തൈലക്കോയിഡ് മെമ്പറിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോമ തൈലക്കോയിഡിലും ഗ്രാന തൈലക്കോയിഡിലും ഇരിക്കുന്നത്, അതിനകത്തെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്താണ്, PS1 എന്താണ്, PS2 എന്താണ്, PS1ലും PS2ന്റെ രണ്ട് പാർട്സ് ഏതൊക്കെയാണ്, അതായത് ആന്റിന ആൻഡ് റിയാക്ഷൻ സെന്റർ, ആന്റിനയുടെ ഫംഗ്ഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് PS2 അസോസിയേറ്റ് ആയിട്ട് കാണുന്നതും പറഞ്ഞു നമ്മൾ അല്ലേ. Now we are going to see the electron transport which occurs during hitting the light. Appo light it will be hitting in this PS2 region as well as in the PS1 region. PS2 will be hitted with a 680 nanometer wavelength of light and PS1 where 700 nanometer wavelength of light will be absorbed. Okay, ഈ ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് we can see the emission of electrons it occurs. എന്താ ഈ PS1 ഉം PS2 എന്നൊക്കെ പറയുന്നത്, കളർ പിഗ്മെന്റ്സ്, ഇറ്റ് ഈസ് എ പ്രോട്ടീൻ കോംപ്ലക്സ് അല്ലേ. അപ്പൊ ഈ പ്രോട്ടീൻ കോംപ്ലക്സിന്റെ ിലേക്ക് വന്നിട്ട് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ആ പ്രോട്ടീൻ കോംപ്ലക്സിന്റെ പെരിഫറിയിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ആയി പോകും. ഓക്കെ, സോ ഇലക്ട്രോൺസ് ഇറ്റ് വിൽ അണ്ടർഗോ എക്സൈറ്റേഷൻ ആൻഡ് ഇറ്റ് വിൽ ജംപ് ഫ്രം ദ ഔട്ടർ ഓർബിറ്റ് ആൻഡ് ഡ്യൂ ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് ദിസ് ഇലക്ട്രോൺ from downhill to uphill and uphill to downhill, we can see some energy will be released. That energy will be helping in formation of high energy intermediate as ATP and NADPH. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. So here we can say the PS2 when it is hitting with a 680 nanometer wavelength of light, it will emit one electron. It will emit what? One electron, and this electron it passes through another protein called as phosphorylated. ഞാൻ ഇവിടെ ഫിയോ എന്ന് മാത്രമേ എഴുതാനുള്ളൂ. That I'll just write separately. ഇത് ഞാൻ വായിക്കാം കേട്ടോ. ഇപ്പൊ ഏകദേശം നമുക്ക് അതിന്റെ ആ സ്ട്രക്ചർ ഒക്കെ മനസ്സിലായല്ലോ. We just wanted to know which all proteins are taking part in this. Okay, so the light when it is hitting in this in this photosystems, we can see electron emission it occurs. ആ electron emission occur ചെയ്യുന്നതിന് നമ്മൾ electron transport എന്നാ പറയാ. electron transport it will help in photophosphorylation. അപ്പൊ ഈ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, electron transport അല്ലെങ്കിൽ electron transport it lead to photophosphorylation. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കൊണ്ട് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കും. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, അവിടെ എത്തട്ടെ കേട്ടോ. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം.
നമുക്ക് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഫോസ്ഫോറിലേഷൻ, എവിടെയാണ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സോ ഹിയർ when this light is hitting, it will be passing through the phosphorylated. Phosphorylated എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ it is a protein which is similar to chlorophyll A molecule. മനസ്സിൽ ഇരുന്നാൽ മതി, ഞാൻ എഴുതുന്നില്ല. എന്താ പറയുക, നമുക്ക് എങ്ങാനും ക്ലോറോഫിൽ എ മോളിക്യൂളിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ആസ് ഫിയോഫൈറ്റിൻ. ആ ഫിയോഫൈറ്റിനും ക്ലോറോഫിൽ എ മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ക്ലോറോഫിൽ എ മോളിക്യൂളിന് ആ പോർഫൈറിൻ റിങ്സ് വന്നിട്ട് കണക്ട് ചെയ്യുന്ന അതിന്റെ സെന്റർ റീജിയനിൽ മഗ്നീഷ്യം ആണല്ലോ അല്ലെ. നോൺ അയോണിക് മഗ്നീഷ്യം ഇസ് പ്രസന്റ് ഇൻ ദ സെന്റർ റീജിയനിൽ നമ്മൾ പഠിച്ചത്. ആ നോൺ അയോണിക് മഗ്നീഷ്യത്തിന് പകരം രണ്ട് ഹൈഡ്രജൻ ആയിരിക്കുന്നെങ്കിൽ അത് എന്തായിട്ട് മാറും, ഫിയോഫൈറ്റിൻ ആയിട്ട് മാറും. സോ ദ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് എമിറ്റിംഗ് ഫ്രം ദിസ് the phosphorylated, that is an electron acceptor, it will accept that electron. ഒരു ഇലക്ട്രോൺ ആരെ അക്സെപ്റ്റ് ചെയ്യും, ഫിയോഫൈറ്റിൻ അക്സെപ്റ്റ് ചെയ്യും. ഫിയോഫൈറ്റിൻ എന്താണ്, ക്ലോറോഫിൽ എ മോളിക്യൂളിലെ സെന്റർ റീജിയനിലെ മഗ്നീഷ്യത്തിന് പകരം രണ്ട് ഹൈഡ്രജൻ വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ ആണ് ഫിയോഫൈറ്റിൻ എന്ന് പറയുന്നത്. സോ ഫ്രം ദ ഫിയോഫൈറ്റിൻ ദിസ് ഇലക്ട്രോൺ ഇറ്റ് വിൽ ബി പാസ്ഡ് ടു ദ നെക്സ്റ്റ് ഇലക്ട്രോൺ കാരിയർ ഓർ പ്രോട്ടോൺ കാരിയർ, ദാറ്റ് ഈസ് പ്ലാസ്റ്റോക്വിനോൺ. ഇവിടെ ഈ പ്ലാസ്റ്റോക്വിനോൺ ഇരിക്കുന്ന തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. അപ്പൊ ഞാൻ ആ PQ എന്ന് എഴുതി വെച്ചേക്കുന്നത് എന്താണ്, പ്ലാസ്റ്റോക്വിനോൺ. ഈ പ്ലാസ്റ്റോക്വിനോണിനെ നമുക്ക് ഇവിടെ പഠിക്കാൻ ഈസി ആയിട്ട് ഞാനൊരു വേറൊരു വേർഡ് പറഞ്ഞുതരാം. അത് പ്രോട്ടോൺ സാക്ക് ആണ്. ദിസ് ഈസ് പ്രോട്ടോൺ സാക്ക് ഓർ H+ സാക്ക്. ഇതെന്താണ്, ഇതിന്റെ ഉള്ളിൽ നിറയെ H+ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ ഫുൾ എന്താണ്, H+ ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടുന്ന് ഫിയോഫൈറ്റിന്ന് ഒരു ഇലക്ട്രോൺ ചെല്ലുമ്പോ ഇവിടെ ഇരിക്കുന്ന പ്രോട്ടോൺ സാക്ക് ഉണ്ടല്ലോ, ആ പ്രോട്ടോൺ സാക്ക് എപ്പോഴും ഇലക്ട്രോണിന് ഡെഫിഷ്യന്റ് ആയിട്ടിരിക്കുന്നതല്ലേ. അതിന്റെ ഉള്ളിൽ മുഴുവൻ പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. ആ പോസിറ്റീവ് ചാർജ് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഇലക്ട്രോണിനെ പിടിച്ചെടുക്കും. ആ ഒരു ഇലക്ട്രോണിനെ പിടിച്ചെടുത്താൽ ഒരു H+ അവർക്ക് ഹൈഡ്രജൻ ആക്കി മാറ്റാം. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ചെല്ലുന്നത് എങ്ങനെയാ, നല്ല എനർജിയോട് കൂടിയിട്ടാണ് ഇലക്ട്രോൺ അങ്ങോട്ട് ചെല്ലുന്നത് അല്ലെ. സോ ഹിയർ വി ക്യാൻ സീ ദ പ്ലാസ്റ്റോക്വിനോൺ, ഇറ്റ് വിൽ അബ്സോർബ് ദാറ്റ് ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് വിൽ കമ്പൈൻ ദാറ്റ് ഇലക്ട്രോൺ വിത്ത് വൺ hydrogen H+ and it will become as hydrogen atom അല്ലെ. H+ ഒരു ഇലക്ട്രോൺ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം ആയിട്ട് മാറും. ദാറ്റ് ഹൈഡ്രജൻ, ഇത് പ്ലാസ്റ്റിക്കിനോട് എന്താണ്, പ്രോട്ടോൺ സാക്ക് ആണ്. അത് ആ ഹൈഡ്രജനെ ഉള്ളിൽ കീപ്പ് ചെയ്യില്ല. അപ്പൊ എന്തായി, ഹൈഡ്രജന്റെ സീറ്റ് പോയി. ഹൈഡ്രജൻ ഇപ്പൊ എന്തുണ്ട്, നല്ല എനർജി ഉണ്ട്, ആ ഇലക്ട്രോണും കിട്ടി. ഹി ഈസ് വെരി ഹാപ്പി റൈറ്റ്. സോ വാട്ട് ഹാപ്പൻ, ദിസ് പ്ലാസ്റ്റോക്വിനോൺ ഇറ്റ് വിൽ ജസ്റ്റ് വൊമിറ്റ് ദാറ്റ് ഹൈഡ്രജൻ ഫ്രം പ്ലാസ്റ്റോക്വിനോൺ. പ്ലാസ്റ്റോക്വിനോണിൽ നിന്ന് അതിനെ പുറത്തേക്ക് കളയും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് വിൽ ബി എൻറ്റേർഡ് ഇൻ ടു ദ നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആ സൈറ്റോക്രോം B6F കോംപ്ലക്സ്. ഈ സൈറ്റോക്രോം B6F കോംപ്ലക്സിലാക്കിയാണ് നെക്സ്റ്റ് ഇത് എൻട്രി ചെയ്യുക. സൈറ്റോക്രോം B6F കോംപ്ലക്സ്. ഓക്കെ, ഇതൊരു അയൺ കണ്ടെയ്നിങ് കോംപ്ലക്സ് ആണ് കേട്ടോ. ദിസ് ഈസ് ആൻ അയൺ കണ്ടെയ്നിങ് കോംപ്ലക്സ് ഓർ അയൺ റിച്ച് കോംപ്ലക്സ്. ഇറ്റ് ഈസ് അയൺ റിച്ച്. Cytochrome B6F complex, it is an electron transporter and it is an iron rich protein. Now next transporter of electron is waiting. Now ഈ സൈറ്റോക്രോം B6Fലേക്ക് ഹൈഡ്രജൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ സൈറ്റോക്രോം B6F എന്താണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ്. അവർക്ക് ഹൈഡ്രജന് വേണ്ട, പക്ഷെ ഹൈഡ്രജന്റെ ഉള്ളിലിരിക്കുന്ന ഇലക്ട്രോണിന്റെ മേലെ ഇരിക്കും അവരുടെ കണ്ണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്ന ചോദിച്ചാല് ആ ഇലക്ട്രോണിനെ ഈ സൈറ്റോക്രോം B6F റിസീവ് ചെയ്യും. എന്നിട്ട് H+ ഇങ്ങോട്ട് റിലീസ് ചെയ്യും. H+ വന്നിട്ട് ഇതാ ഇങ്ങോട്ട് റിലീസ് ചെയ്യും. H+ നമ്മുടെ ലൂമൻ ഓഫ് തൈലക്കോയിഡിലേക്ക് വിടും. കാരണം എന്താ, H+ ആർക്കും വേണ്ടെന്നേ, H+ ആ ഇലക്ട്രോണിനെ മാത്രം മതി. കാരണം എന്താ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ് സൈറ്റോക്രോം B6F കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണിന്റെ B6F കോംപ്ലക്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ഇറ്റ് ഈസ് പ്രസന്റ്, ദാറ്റ് ഈസ് പ്ലാസ്റ്റോസയനിൻ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരിക്കുന്ന നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ് പ്ലാസ്റ്റോസയനിൻ എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റോസയനിൻ അതെന്താന്ന് വെച്ചാല് ഇറ്റ് ഈസ് എ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ.
ഓക്കെ, ഇനി നോക്കിക്കേ, ഈ പ്ലാസ്റ്റോസൈനിലേക്ക് ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോഴത്തേക്കും from the high energy to lower energy, when this electron is passing, that energy will be released out. അപ്പോഴത്തേക്കും അതിൻ്റെ കാറ്റ് പോവും, അതായത് എനർജി ഫുള്ള് റിലീസ് ആയി പോകും. ആ എനർജി ഫുള്ള് റിലീസ് ആയി പോകും. ആ എനർജി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഫോസ്ഫോറിലേഷൻ ഓഫ് ആൻ ADP മോളിക്യൂൾ. ഒരു ADP മോളിക്യൂളിന് ഫോസ്ഫോറിലേഷൻ നടന്നിട്ട് ATP മോളിക്യൂളായിട്ട് മാറാൻ അത് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ദ റീസൺ വി ആർ സേയിങ് ദിസ് ആസ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. എന്തുകൊണ്ടാണ് അവിടെ ഫോസ്ഫോറിലേഷൻ നടത്തിയത്? ഫോട്ടോൺ ഉണ്ടായതുകൊണ്ടാ, അല്ലെങ്കിൽ ലൈറ്റ് എനർജി ഉണ്ടായതുകൊണ്ടാ. ലൈറ്റ് എനർജി ഇവിടെ ഹിറ്റ് ചെയ്തപ്പോഴാണ് ഇലക്ട്രോൺ എമിറ്റ് ആയി പോയത്. ഫിയോഫൈറ്റിന് റിസീവ് ചെയ്തതും ഫിയോഫൈറ്റിൻ പ്ലാസ്റ്റോക്വിനോണിന് കൊടുത്തും പ്ലാസ്റ്റോക്വിനോൺ അതിനെ റിസീവ് ചെയ്ത് H+ കൂടെ കൂട്ടി ഹൈഡ്രജൻ ആക്കി മാറ്റിയതും ആ ഹൈഡ്രജൻ നേരെ വന്നിട്ട് സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്ക് ചാടിയതും സൈറ്റോക്രോം B6F കോംപ്ലക്സിൽ വന്നപ്പോൾ ആ ഹൈഡ്രജനെ വന്നിട്ട് പിരിച്ചിട്ട് H+ ഇലക്ട്രോൺ ആക്കി മാറ്റിയതും അപ്പോഴത്തേക്കും അതിന്റെ എനർജി ഫുള്ള് റിലീസ് ആയി പോകാൻ തുടങ്ങി. ആ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി സൈറ്റോക്രോം B6F കോംപ്ലക്സിൽ നിന്ന് പ്ലാസ്റ്റോസൈനിലേക്ക് നെക്സ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടറിലേക്ക് ആ ഇലക്ട്രോൺ എൻ്റർ ചെയ്തപ്പോഴത്തേക്കും ഒരു ADPനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ATP ആക്കി മാറ്റിയതോ. അപ്പൊ അത് എന്തിന്റെ പ്രസൻസിലാ? ഫോട്ടോണിന്റെ പ്രസൻസില, അല്ലെങ്കിൽ ലൈറ്റിന്റെ പ്രസൻസില. അതാണ് നമ്മൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഈ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത സയന്റിസ്റ്റ് ആരാന്നറിയോ? ഡാനിയൽ അർണോൺ ആണ് കേട്ടോ. ഫോട്ടോഫോസ്ഫോറിലേഷൻ ഈസ് കോയിൻഡ് ബൈ ഡാനിയൽ അർണോൺ. ഓക്കെ, ഡാനിയൽ അർണോൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത്. ഓക്കെ, ഇനി ഈ പ്ലാസ്റ്റോസൈനിൽ വന്ന് നിൽക്കുന്ന ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺ ഈ 700 നാനോമീറ്ററിൽ PS1 ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യില്ലേ? ആ ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ PS1 ഓൾറെഡി ഇറ്റ് ഈസ് ഡിവോയിഡ് ഓഫ് 1 ഇലക്ട്രോൺ. PS1 ഓൾറെഡി ഒരു ഇലക്ട്രോൺ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? പ്ലാസ്റ്റോസൈനിൽ നിന്നുള്ള ഇലക്ട്രോൺ ആര് റിസീവ് ചെയ്യും? PS1 will be received. So PS1 will receive the electron from plastocyanin, so that the electron which was released from PS1 will be compensated from PS2. അല്ല, PS2 എന്ന് പറഞ്ഞ ഇലക്ട്രോൺ സാധാരണ പോലെ ആ ഇലക്ട്രോൺ ആരുടെ കൂടെ കൂടി? PS1 കൂടെ കൂടി. PS1 ഒരു നഷ്ടമില്ല. PS1നെയും PS2നെയും ഒരേ സമയത്ത് തന്നെയാണ് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ പഠിച്ചപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഈ PS1ന് 700 നാനോമീറ്റർ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് 1 ഇലക്ട്രോൺ വിൽ ബി എമിറ്റഡ് ആൻഡ് ഇറ്റ് പാസസ് ടു ദ പ്രോട്ടീൻ ഓർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആസ് ഫെറിഡോക്സിൻ. ഈ ഫെറിഡോക്സിൻ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത് തൈലക്കോയിഡ് മെംബ്രെയിനിൽ ചേർന്നാണ് ഇരിക്കുന്നത്. തൈലക്കോയിഡ് മെംബ്രെയിനിൽ കാണുന്ന ഒരു എൻസൈമാണ് ഫെറിഡോക്സിൻ NADP ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈം. ഫെറിഡോക്സിൻ ഈ FDക്ക് ഇറ്റ് ഈസ് ഫെറിഡോക്സിൻ. ഓക്കെ, ഫെറിഡോക്സിൻ ഇറ്റ് ഹാസ് ദ സബ് യൂണിറ്റ് ആസ് അയൺ സൾഫർ കോംപ്ലക്സ്. ഇതിനൊരു സബ് യൂണിറ്റ് ഉണ്ട്, അയൺ സൾഫർ കോംപ്ലക്സ്. അപ്പൊ ഈ സബ് യൂണിറ്റ് ഒക്കെ കടന്നിട്ടാണ് ഈ ഫെറിഡോക്സിന്റെ ഇതിലേക്ക് എത്തി ഫെറിഡോക്സിൻ തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഇലക്ട്രോൺ എത്തുന്നത്. So when it reaches to this thylakoid membrane, we can see there is a special enzyme which is present in the thylakoid membrane that is called as this ferredoxin NADP oxidoreductase enzyme. Ferredoxin NADP oxidoreductase enzyme. Okay, ഇത് എവിടെ ഇരിക്കുന്നതാണ്? This is present in the thylakoid membrane. So when this electron is reaching in this region, ferredoxin NADP oxidoreductase enzyme get activate. That will help in converting one NAD to NADPH. One NAD will be converted to NAD plus, it will be converted to NADPH. Okay, so here you see NAD plus, NADP plus, okay, not NAD plus, NADP plus. എന്താ ഈ NADP എന്ന് പറയുന്നത്? നിക്കോട്ടിനാമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്. അതൊരു കോഎൻസൈം ആണ് കേട്ടോ. നിക്കോട്ടിനാമൈഡ് അഡിനൈൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്. അതൊരു ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. കാരണം എന്താ? NADP ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? അത് ന്യൂട്രൽ ആയി പോവും. ആ ഇലക്ട്രോണിനെ അവര്
H plus transfer that can be converted to NADPH. Okay, that will be converted to NADPH. So here the electron transport system, in that we can see photophosphorylation. Photophosphorylation is nothing but in the presence of sunlight, the ATP molecule will be synthesized in the light reaction, that is called as the photophosphorylation. So here we can see when this electron is jumping from PS2 and when it is passing through the electron transporter, when it is moving from uphill to downhill, the electron which is releasing the energy, that will help in conversion or phosphorylation of ADP to ATP molecule. അതുകൊണ്ടാണ് നമ്മൾ അതിനെ photophosphorylation എന്ന് പറയുന്നത് കേട്ടോ. So here we can say when this PS2 and PS1 both are present, this electron, it is passing or it is jumping like this and it is going like this and it is going like this. So it will form a structure like this. This is called as the non-cyclic photophosphorylation. Non-cyclic photophosphorylation, in which we can see the electron transport, it occurs in an Z pattern. Or Z pattern electron transport. So this is called as non-cyclic photophosphorylation. Non-cyclic photophosphorylation എപ്പോഴാണ് നടക്കുക? When PS1 and PS2 both are present. അപ്പോൾ ഈ photophosphorylation നമുക്ക് രണ്ട് തരത്തിലുണ്ട്. Photophosphorylation, there are two different ways, that is non-cyclic and cyclic photophosphorylation. Non-cyclic photophosphorylation, in which PS1 and PS2 both are involved, and cyclic photophosphorylation, in which only PS1 will be involved. അപ്പോൾ നമ്മൾ cyclic photophosphorylation പറയുന്നതിന് മുമ്പ് ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് നോക്കാം. So here this PS2, it is present in the non-appressed region of the thylakoid, non-appressed അല്ല, appressed region of the thylakoid, where the light is hitting in PS2 and PS1, both will emit the electron. ഞാനിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് പറയുന്നത്. When this electron emitted from this PS2, that electron, it will be passed through the phosphorylated. Phosphorylated എന്ന് പറയുന്നത് chlorophyll A molecule പോലെ ഇരിക്കുന്ന ഒരു molecule ആണ്. അതിന്റെ സെന്ററിൽ ഇരിക്കുന്ന മഗ്നീഷ്യത്തിന് പകരം ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആയിരിക്കും. And it reaches to plastocyanin. ആ plastocyanin എന്ന് പറയുന്ന ഒരു പ്രോട്ടോൺ സാക്ക് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട്. ഒരു ഇലക്ട്രോണിനെ കാണുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ആ ഇലക്ട്രോണിനെ വലിച്ചെടുത്തിട്ട് ഒരു H+ കൊടുത്ത് അത് ഹൈഡ്രജൻ ആക്കി മാറ്റും. ആ ഹൈഡ്രജന് പിന്നെ പ്ലാസ്റ്റോക്യാനിന്റെ ഉള്ളിൽ സീറ്റ് ഉണ്ടാവില്ല, ഹൈഡ്രജനെ പുറത്തേക്ക് തള്ളും. So here what happened, the hydrogen, it will be receiving the electron with high energy. So the hydrogen also will be having high energy. So it will just move inside the lumen of thylakoid again, and we can see when it is moving inside the thylakoid lumen, the cytochrome B6F complex, that is an electron transporter which is present in the lumen of thylakoid, that will receive only electron by eliminating the H+. ആ H+ ഇവിടെ നിന്ന് വന്ന ഹൈഡ്രജന്റെ H+ എങ്ങോട്ട് റിലീസ് ചെയ്യും? lumen of thylakoidലേക്ക് റിലീസ് ചെയ്യും. അതേപോലെ തന്നെ we can see the remaining electron, it will be passing through cytochrome B6F complex and it reaches to plastocyanin. അപ്പോഴത്തേക്ക് ആ ഇലക്ട്രോണിന്റെ എനർജി മുഴുവൻ അങ്ങ് പോകും. ആ എനർജി റിലീസ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? lumen of thylakoidലേക്കായിരിക്കും. ആ എനർജീനെ വെച്ചിട്ട് it will ADP molecule will undergo phosphorylation to become as ATP molecule. ഈ പ്ലാസ്റ്റോസൈനിൻ എന്ന് പറയുന്ന ഒരു കോപ്പർ റിച്ച് കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ ആണ്. പ്ലാസ്റ്റോസൈനിൽ നിന്ന് നേരെ അത് PS1ലേക്കായിരിക്കും എൻ്റർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ PS1 it is hitting with 700 nanometer wavelength of light. അപ്പോൾ ഈ PS1 നിന്ന് പോകുന്ന ഇലക്ട്രോൺ that will be passing through ferredoxin. Ferredoxin കാണുന്ന തൈലക്കോയിഡ് മെംബ്രെയിന്റെ പെരിഫറിയിലാണ് ferredoxin കാണുന്നത്. ആ ferredoxin, it will be associated with one enzyme that is called as ferredoxin NADP oxidoreductase enzyme. ഈ ferredoxin NADP oxidoreductase enzyme ഒരു കഴിവുണ്ട്. ആ എനർജി റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ആക്ടിവേറ്റ് ആയിട്ട് ആ ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത് NADP+നെ NADPH ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. Here NADP+ which is oxidized compound which will undergo reduction reaction in the presence of an electron which is passing
passing through the ferredoxin and reaching to the periphery of the thylakoid membrane. So here one NADPH will be formed. This NADPH is also a high energy intermediate that can be used for the photosynthesis. ഇതിനെ നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ PS2 എന്ന് പോയ ഇലക്ട്രോൺ ഒരിക്കലും PS2ലേക്ക് തിരിച്ചു വരുന്നില്ല. PS2 എന്ന് പോയ ഇലക്ട്രോൺ PS2ലേക്ക് തിരിച്ചു വരുന്നില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതേപോലെ ഈ PS2 ഇലക്ട്രോൺ പോയല്ലോ, PS2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആരാണുള്ളത്? ദാറ്റ് ഈസ് കോമ്പൻസേറ്റഡ് ബൈ ദ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ്. PS2ന്റെ പെരിഫറിയിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺസ് ഓരോന്നോരോന്ന് എമിറ്റ് ആയി പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? അവസാനം ആ PS2 കംപ്ലീറ്റ് ഡീജനറേറ്റ് ആയി പോവും അല്ലേ? അപ്പൊ എന്തായി? അതിന്റെ ക്ലോറോഫിൽ പിഗ്മെന്റ് ഇല്ലാതെ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കാതെ വരും. സോ സംബഡി ഹാസ് ടു കോമ്പൻസേറ്റ് ദ ഇലക്ട്രോൺ വിച്ച് ഈസ് എമിറ്റിംഗ് ഫ്രം ദിസ് PS2 region. That will be done by oxygen evolving complex. It is done by oxygen evolving complex, and oxygen evolving complex is also called as water splitting complex. So here we can see one H2O molecule, when it is breaking, it will produce 2H plus 2 electrons plus half O2 molecule, right? So here you see 2 electrons it has been produced. 2 electron ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ 2 ഇലക്ട്രോണിന് ഒരു ഇലക്ട്രോൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? അവരാ പണി കഴിഞ്ഞു. അതായത് ഇലക്ട്രോൺ ഇവിടുന്ന് പോയത് they will be getting, and we can see the oxygen which is produced here, it will be evolved out, but the thing, the 2H plus which is released here, it will be remaining inside the lumen. എന്ന് പറഞ്ഞ 2 ഇലക്ട്രോൺ ഇവിടെ കൊടുക്കുമ്പോൾ 2H plus അവിടെ കൂടി, ഇതിന്റെ അകത്ത് കൂടി. So here we can say half H2O if it is breaking. Half H2O if it is breaking, then we can say this half H2O, it will be broken into H plus 1 electron, and we can see half O molecule, not half O2 molecule, half O atom it will be releasing out. So from that it is clear, the one photon when it is hitting, or one electron when it is compensating here, one H plus it is released. H plus മാത്രം ഇവിടെ നിൽക്കും, ഈ ഇലക്ട്രോൺ ഇവരുടെ കൂടെ കൂടും, ഈ ഓക്സിജൻ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ H plus ലൂമനിൽ തന്നെ നിൽക്കും. Okay, so this is the way the electron which is going out from the photosystem 2 will be compensated. Oxygen evolving complex. Oxygen evolving complex, it need chloride, manganese and calcium ions for its activity. Oxygen evolving complex, it need oxygen evolving complex or water splitting complex. They need the metal ions for its activity, that is manganese, Mn2 plus, then calcium and chloride ion. Okay, these are the cofactors or the metal ions which is used for the activity of this water splitting complex. Okay, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ നടക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് ഇല്ല. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ജസ്റ്റ് നമുക്ക് എന്താണ് ഈ ഫോട്ടോ സിസ്റ്റം 1 മാത്രം ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ.